ഫ്രാങ്കോ കൊളു മ്യൂണിക്കിൽ വെച്ച് ആണ് അദ്ദേഹം പരിചയപ്പെടുന്നത്. അദ്ദേഹം ഇറ്റലിക്കാരനാണ്. പക്ഷെ ആ പരിചയം 2019 ഫ്രാങ്കോ മരിക്കുന്നത് വരെയും തുടർന്നു. അവരത്രയും ക്ലോസായി, അവരൊന്നിച്ച് ഒരുപാട് വർക്കൗട്ട് ചെയ്തു. ഈ ഫ്രാങ്കോയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അത്ഭുതകരമായ കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. ഇറ്റലിയിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനനം. 13-ാമത്തെ വയസ്സിൽ ദാരിദ്ര്യം കാരണം പഠനം നിർത്തേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം അവരുടെ വീട്ടിൽ കുടുംബത്തിൻ്റെ തന്നെ ഒരു ചെറിയ ആട് ഫാമുണ്ട്, അവിടെ ജോലി ചെയ്യായിരുന്നു. അവിടെ അടുത്തുള്ള ചില ആൾക്കാരുടെ കയ്യിൽ നിന്ന് ബോക്സിംഗ് പഠിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ ലോക്കലായിട്ടുള്ള ബോക്സിംഗ് മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കാൻ തുടങ്ങി. ഏകദേശം 30ഓളം മത്സരങ്ങളിൽ അദ്ദേഹം ജയിച്ചു. ലോക്കൽ, അതായത് ഇന്റർനാഷണൽ ലെവലൊന്നും പോകാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല, സാമ്പത്തികമില്ല. ആ സമയത്താണ് ഈ മ്യൂണിക്കിൽ ഒരുപാട് ഇങ്ങനെ കൺസ്ട്രക്ഷൻ വർക്കിനും ഒക്കെ ആൾക്കാരെ വേണം എന്നുള്ള അറിയിപ്പ് കാണുന്നതും അദ്ദേഹം മ്യൂണിക്കിലേക്ക് വരുന്നതും. അവിടെ മേസണറി വർക്ക്, കെട്ടുപണിക്കാരൻ്റെ ജോലിയുമായിട്ട് കഴിഞ്ഞു കൂടുന്ന സമയത്താണ് ജിംനേഷ്യത്തിൽ വന്ന് അർണോൾഡിനെ പരിചയപ്പെടുന്നു. പിന്നീട് അവർ ഒന്നിച്ച് ട്രെയിനിങ് തുടങ്ങി. അപ്പോൾ ഈ ഫ്രാങ്കോയുടെ പവർ എന്ന് പറയുന്നത്, ശരീരശക്തി എന്ന് പറയുന്നത് മറ്റുള്ളവരെയൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലാണ്. ആകെ അദ്ദേഹത്തിൻ്റെ പൊക്കം 5 അടി 5 ഇഞ്ച്, വെയിറ്റ് 85 കിലോഗ്രാം. ഈ മനുഷ്യൻ പൊക്കുന്ന വെയിറ്റാണ് രസകരം. ബെഞ്ച് പ്രസ്, പവർ ലിഫ്റ്റിങ്ങിൻ്റെ ഒരു ഇനമാണ് ബെഞ്ച് പ്രസ്, 238 കിലോഗ്രാം. സ്ക്വാറ്റ് അടുത്ത ഇനം 297 കിലോഗ്രാം. മൂന്നാമത്തെ ഇനം ഡെഡ് ലിഫ്റ്റ് 340 കിലോഗ്രാം.